കൂട്ടുകാരെ, ഭൂമി മുഴുവൻ വെള്ളത്താൽ നിറഞ്ഞിരിക്കുന്നു. പെട്ടെന്നൊരു ദിവസം വെള്ളത്തിൽ കിടന്ന് ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുവാണ്. സ്വന്തം നാടിനെ രക്ഷിക്കാനായി നീരാളിക്കുഞ്ഞും കൂട്ടുകാരും ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കേണ്ടതായിട്ടും വരുന്നു. കൂട്ടുകാരെ, നമുക്ക് അവരുടെ ഈ അഡ്വഞ്ചറസ് ആയ യാത്രയൊന്ന് പോയി കണ്ടാലോ? കഥയിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ സബ്സ്ക്രൈബും വീഡിയോ ലൈക്കും ചെയ്യാൻ മറന്നേക്കല്ലേ ട്ടോ ഫ്രണ്ട്സ്. സോ ഹിയർ വി ഗോ ടു ദ മൂവി ഡീപ്. ലെറ്റ്സ് സ്റ്റാർട്ട്. മനുഷ്യന്മാരുടെ ചെയ്തികൾ മൂലം കരയും കടലുമായി കിടന്നിരുന്ന നമ്മുടെ സുന്ദരമായ ഭൂമി മുഴുവൻ ഇപ്പോ വെള്ളത്തിനടിയിൽ പെട്ടുപോയിരിക്കുകയാണ്. മനുഷ്യന്മാരെ നൈസായിട്ട് സ്കൂട്ടായി ഞങ്ങൾ കടൽ ജീവികളുടെ കാര്യമാണ് കഷ്ടത്തിലായത്. അങ്ങനെ ഇരിക്കുകയാണ് എന്റെ മുത്തശ്ശൻ, ഞങ്ങളുടെ എല്ലാവരും ഹീറോ, ഒരു ഗുഹ കണ്ടുപിടിച്ച് അതിനകത്തേക്ക് ഞങ്ങൾ കുറച്ചുപേരുമായി താമസം മാറിയത്. ബൈ ദ ബൈ, എന്റെ പേര് ഡീപ്പ് എന്നാണ് കേട്ടോ. ഞാനൊരു കുട്ടി നീരാളി കുഞ്ഞാണ്. എന്റെ മുത്തശ്ശൻ പറയുന്നത് പോലെ ഈ ഗുഹയ്ക്കകത്ത് ഞങ്ങൾ സേഫ് ആണ്. പക്ഷെ ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്തായാലും അല്ല കേട്ടോ. എനിക്ക് പുറത്തുള്ള ലോകം കാണാനാണ് വലിയ ഇഷ്ടം. എന്നാൽ മുത്തശ്ശൻ എന്നെ പുറത്തോട്ട് വിടാറേ ഇല്ല. എന്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെടണ്ടേ? ആലീസ് എന്നു പേരുള്ള കൊഞ്ചും ഇവോ എന്നു പേരുള്ള വിളക്ക് മത്സ്യമാണ് എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ്. ഇന്നിവിടെ ഒരു പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ ഗുഹയിൽ താമസം തുടങ്ങിയിട്ട് വീണ്ടും സേഫ് ആയ ഒരു വർഷം കടന്നു പോയിരിക്കുന്നു. അതിന്റെ പാർട്ടിയാണ്. ഇന്ന് എല്ലാവരും അതിന്റെ തിരക്കിലായിരിക്കും. ഈ തക്കത്തിന് പുറത്തോട്ട് പോവാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. മുത്തശ്ശൻ കാണാതെ പുറത്തോട്ട് പോകണം. ഇത് പറഞ്ഞു തീർന്നില്ല. ഡീപ്പിന്റെ മുത്തശ്ശൻ വന്ന് അവന് വേണ്ട വിധം വഴക്ക് പറയാണ്. നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് പുറത്തോട്ട് പോവരുത്, അവിടെ ആപത്താണെന്ന്. ഷോ, ഇനിയിപ്പോ എന്തോ ചെയ്യും? ഡീപ്പ് മോനെ, നിനക്കൊരു പണിയുണ്ടല്ലോ. മാമൻ മത്സ്യം അത് വന്ന് പറയാണ്. എന്ത് പണിയാ? നീ പോയിട്ട് അവിടെ അകത്തുള്ള സ്പോഞ്ചുകൾ വൃത്തിയാക്ക്. ഓ, ഒരു സ്പോഞ്ച് വൃത്തിയാക്കല് എന്നെ കൊണ്ടൊന്നും കിട്ടില്ല. ആലീസ്, നീ പുറത്തോട്ട് വരുന്നുണ്ടോ? ഞാൻ ആരും കാണാതെ ഇവിടെ നിന്ന് പുറത്ത് കടക്കാനുള്ള പ്ലാനിലാണ്. അങ്ങനെ ഇവർ രണ്ടും കൂടെ ഈ ഒരു ഗുഹയ്ക്ക് പുറത്തേക്ക് വരികയാണ്. ഇവിടെയാണ് നമ്മുടെ യഥാർത്ഥ കടലുള്ളത്. ഇവിടെ നിന്ന് പല കാര്യങ്ങളും അവൻ മുൻപേ കണ്ടിട്ടുണ്ട്. അതൊക്കെ ആലീസിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന്റെ ഇടയിലാണ് മനുഷ്യന്മാരുടെ ആ ഡിഷ് വാഷ് പറ്റിയിട്ടുണ്ടായിരുന്ന സ്പോഞ്ച് അവന്റെ കയ്യിൽ കിട്ടുന്നത്. സ്പോഞ്ച് വൃത്തിയാക്കി വെക്കുന്നതിന് പകരം ഈ സ്പോഞ്ച് വെച്ച് അവൻ എവിടെയൊക്കെ ഒട്ടിച്ചു വെച്ചതും അവിടെ നിറയെ ബബിൾസ് വരെയാണ്. ഈ കുഞ്ഞു മീൻ കുഞ്ഞുങ്ങളൊക്കെ തന്നെ ഈ ബബിൾസിന്റെ ഉള്ളിൽപ്പെട്ട് പാറി പറന്ന് നടക്കാൻ തുടങ്ങി. ഇവോക്ക് ഒരു അംഗനവാടിയുണ്ട്. അവിടെ അവൻ കഥ പറഞ്ഞുറക്കിയിരുന്ന പിള്ളേരാണ് ഇപ്പൊ ഈ പറന്ന് നടക്കുന്നത്. ഡീപ്പാണ് ഇതിന് പിന്നിലെന്ന് എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ ആ മാമൻ മത്സ്യം ഇവന്റെ മുത്തശ്ശനടുത്തേക്ക് ഡീപ്പിനെ കൊണ്ടുവന്ന് ഇവൻ ഇപ്പൊ ചെയ്ത ഈ കുരുത്തക്കേടിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വഴക്കും കേട്ട് ഡീപ്പ് അതൊക്കെ തന്നെ വീണ്ടും എടുത്തു മാറ്റി. നിന്നോട് എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല എന്നും പറഞ്ഞ് മുത്തശ്ശൻ അവന്റെ വീട്ടിലേക്ക് വന്ന് അവൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്ന മനുഷ്യന്മാരുടെ സാധനങ്ങളൊക്കെ തല്ലി പൊട്ടിച്ചു കളഞ്ഞു. എന്റെ കാലശേഷം ഇവരെ എല്ലാവരെയും നേരാവണ്ണം നടത്തേണ്ട നീ തന്നെയാണോ ഇവിടെ നിന്ന് ആപത്തിലേക്ക് എടുത്തു ചാടുന്നത്? മുത്തശ്ശൻ പറയുന്നത് പോലെ പുറത്ത് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, അത് നിനക്കാണോ അറിയാ എന്ന് മുത്തശ്ശൻ ചോദിക്കുകയാണ്. വീണ്ടും ഡീപ്പിന് ദേഷ്യം വന്നു. ആലീസേ, നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ച് അവൻ പുറത്തേക്ക് പോവാൻ തയ്യാറാവാണ്. നിങ്ങൾ രണ്ടുപേരും പോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കും? എനിക്കാണെങ്കിൽ പുറത്തോട്ട് വരാനും പേടിയാ. സാരമില്ല, നിങ്ങളില്ലേ, ഞാനും കൂടെ നിങ്ങളുടെ കൂടെ പുറത്തോട്ട് വരിക എന്നും പറഞ്ഞ് ഇവോയും ഇവരുടെ കൂടെ ചെല്ലുകയാണ്. അങ്ങനെ ആരും കാണാതെ ഇവര് ഈ ഗുഹയ്ക്ക് പുറത്തേക്ക് കടക്കുകയാണ്. പുറത്തേക്ക് കടന്നപ്പോൾ ഡീപ്പ് ഇവർക്ക് വേണ്ടിയിട്ട് ദേ ഇതാണ് മനുഷ്യന്മാർ ഉപയോഗിച്ചിരുന്ന ആ സാധനം, ഈ സാധനം എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഒരു മിസൈൽ കിടന്നിരുന്നു. അതെടുത്തിട്ട് ഡീപ്പ് പറഞ്ഞു, ഇതാണ് ബോട്ട്, ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യാം. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഈ മിസൈലിന്റെ നിയന്ത്രണം തെറ്റിപ്പോയി. ആലീസേ, ചാടി ഇറങ്ങിക്കോടി എന്ന് ഡീപ്പ് പറയുന്നു. അതൊരിടത്ത് പോയിട്ട് ഒരൊറ്റ പൊട്ടലായിരുന്നു. ഹാവു, കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല. പക്ഷേ ഇവരുടെ ഈ കോളനി താമസിച്ചിരുന്നത് അഗ്നിപർവ്വതമുള്ള ഒരു സ്ഥലത്തായിരുന്നു. അതുകൊണ്ട് തന്നെ മിസൈല് പൊട്ടിത്തെറിച്ചപ്പോൾ ഈ അഗ്നിപർവ്വതം ആക്റ്റീവായിട്ട് അത് പൊട്ടിത്തെറിക്കുകയാണ്. അങ്ങനെ ഇവരുടെ കോളനിയിലേക്ക് നിറയെ ലാവ വീഴാനായി തുടങ്ങി. കോളനിയിലേക്ക് കടക്കുന്ന വാതിലും ഒരു പാറ കൊണ്ട് അടഞ്ഞുപോയി. ഇവര് 3 പേരും മാത്രമാണ് വെളിയിലുള്ളത്. മുത്തശ്ശൻ വിളിച്ചു പറഞ്ഞു, മോനെ മാത്രമേ ഞങ്ങളെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. എന്റെ ഒരു പണ്ടത്തെ സുഹൃത്തുണ്ട്, ഒരു തിമിംഗലം, നാദനെ പോയി കണ്ടുപിടിച്ച് വന്നാലേ ഈ പാറ നീക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എങ്കിലേ നമുക്കൊക്കെ രക്ഷപ്പെടാൻ പറ്റൂ. അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ നേതൻ എന്ന ആ തിമിംഗലത്തെ കണ്ടുപിടിക്കാൻ ഈ 3 കൂട്ടരും കൂടെ യാത്രയാകുവാണ്. മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ബുഷ് ചെടിയല്ലേ ഇത്? ഇതിനകത്ത് കൂടെ എങ്ങനെയാ നമ്മൾ പോവാ? പേടിയാകുമല്ലോ എന്ന് ഇവ പറയുന്നു. നിന്റെ തലയിൽ ലൈറ്റ് എങ്കിലും ഉണ്ട്, ഞങ്ങളുടെ അടുത്ത് അതുകൂടിയില്ല. വാ, നമുക്ക് എന്തായാലും ഓരോന്ന് പറഞ്ഞിരിക്കാൻ സമയമില്ല. ഇവിടെ 3 ഹോൾസ് കാണുന്നുണ്ട്. നമ്മൾ 3 പേരും 3 ഹോള് വഴി അപ്പുറത്തേക്ക് കടക്കണം. ഷും 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 എന്നും പറഞ്ഞുകൊണ്ട് 3 പേരും ആ ഹോളിനുള്ളിലൂടെ നേരെ തൊട്ടിപ്പുറത്ത് കടന്നു. ഹാവു, ആർക്കും ഒരു അപകടവും പറ്റിയില്ല.
മുത്തശ്ശൻ പറഞ്ഞ ഉറങ്ങുന്ന ആ ഭീകരനല്ലേ അത്? മുത്തശ്ശൻ പറഞ്ഞ ഈ ഉറങ്ങുന്ന ഭീകരൻ എന്താണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ? നമ്മുടെ ടൈറ്റാനിക് ഷിപ്പാണ് കേട്ടോ. അങ്ങനെ ഇവര് 3 പേരും ടൈറ്റാനിക്കിന് അകത്തേക്ക് കടന്നു. അവിടെ നിന്ന് ആദ്യമായി കണ്ണാടി കണ്ട് അതിൽ ഇവരുടെ രൂപം തന്നെ കണ്ടപ്പോ ദേ നമ്മളെ കൂടാതെ ഇവിടെ വേറെയും കുറച്ച് പേരുണ്ടെന്നും പറഞ്ഞ് ഇവര് കോക്രി കാണിച്ചോണ്ടിരിക്കുകയാണ്. ശേഷം ഇവർക്ക് കാര്യം മനസ്സിലായി. അപ്പോഴാണ് ഒരു വലിയ നീരാളി ഇവർക്ക് മുന്നിലേക്ക് വന്നത്. എന്റെ പേര് നോർമ എന്നാണ്. ഞാൻ അടിപൊളി ഒരു ഡാൻസറാണ്. നിങ്ങൾ എന്റെ ഡാൻസ് കാണാനാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ? ഏയ് അല്ലല്ല, ഞങ്ങള് നേതൻ എന്ന തിമിംഗലത്തെ കണ്ടെത്താൻ ബ്രോഡ്വേയിലേക്കുള്ള വഴിയാണ്. പോകുന്നതിന് മുൻപ് എന്റെ ഡാൻസ് കാണണം. ഇല്ല എന്നുണ്ടെങ്കിൽ ജീവനോടെ നിങ്ങൾ ആരും ഇവിടെ നിന്ന് പുറത്തേക്ക് പോവില്ല. എന്നാ ഇവിടെ വന്നിരിക്കുക, എന്റെ ഡാൻസ് കാണാൻ നോക്ക് എന്ന് നോർമ അമ്മച്ചി പറയാണ്. ഇത് വല്ലാത്ത പുകിലായല്ലോ, ഇരുന്നല്ലേ പറ്റുള്ളൂ. നോർമ അമ്മച്ചി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡീപ്പിന്റെ മനസ്സിൽ ഒരു ബുദ്ധി വന്നു. ഈ അമ്മച്ചിയുടെ ഡാൻസ് കാണാൻ അടിപൊളിയല്ലേ, ഇവര് ബ്രോഡ്വേയിൽ പോയി ഡാൻസ് കളിച്ചാൽ നന്നായിരിക്കുമല്ലേ എന്നൊക്കെ പറയുന്നു. കാരണം ബ്രോഡ്വേക്ക് അടുത്താണ് നേതനുള്ളതെന്ന് മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ബ്രോഡ്വേയിൽ പോയി ഡാൻസ് കളിച്ച അടിപൊളിയായിരിക്കും എന്നാണ് നിങ്ങൾ പറയുന്നത്? ആ അതെ അമ്മച്ചി. പിന്നെ ബ്രോഡ്വേയിലേക്ക് നമ്മൾ എങ്ങനാ പോകണ്ടേ എന്ന് ചോദിക്കുകയാണ് ഡീപ്പ്. തഞ്ചത്തിൽ ചോദിച്ചപ്പോ ഈ പുള്ളിക്കാരി വേറൊന്നും ചിന്തിക്കാതെ ബ്രോഡ്വേയിലേക്കുള്ള വഴി ഡീപ്പിനും കൂട്ടുകാർക്കും പറഞ്ഞു കൊടുക്കാണ്. വഴി കിട്ടിയതും ഹാവു, ഇനി നമുക്ക് ഇവിടെ നിന്ന് നൈസായി സ്കൂട്ടാവാം. അമ്മച്ചിയുടെ ഡാൻസ് ഒക്കെ അടിപൊളിയാ. അപ്പൊ നമുക്ക് പോവാൻ നേരമായേ. നേതനെ കണ്ടുപിടിക്കണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട് രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവര് പോകാൻ തുടങ്ങിയപ്പോ അങ്ങനെ അങ്ങ് പോയാലോ, എന്റെ ഡാൻസ് ഇതുവരെ പകുതി പോലും എത്തിയിട്ടില്ല. അമ്മച്ചി ഡാൻസ് കളിച്ചോ, ഞങ്ങള് പോട്ടെ എന്നും പറഞ്ഞ് ഇവര് രക്ഷപ്പെടാൻ നോക്കുകയാണ്. എന്നാ നോർമ പിന്നാലെ തന്നെ വന്നു. അന്നേരം ഈ ടൈറ്റാനിക്കില് അവിടെയും ഇവിടെയായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ രീതിയില് പൈപ്പിലേക്കുള്ള വഴി ഇവര് കണ്ടെത്തുന്നുണ്ട്. ഇതിനകത്തേക്ക് ഇവര് പാഞ്ഞു കയറാണ്. വേഗം വേഗം രക്ഷപ്പെട്ടോണേ എന്ന് പറയുന്നു. നോർമ അമ്മച്ചി പിന്നാലെ വരുന്നുണ്ട്. അങ്ങനെ ഇവര് പുറത്തേക്ക് എത്തിയപ്പോ എന്നാ പോയി ചാവ്, പുറത്ത് എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടെന്നറിയോ എന്ന് ചോദിച്ച് നോർമ തിരിച്ച് ടൈറ്റാനിക്കിന്റെ ഉള്ളിലേക്ക് തന്നെ വരുന്നു. ഒരു വിധം നമ്മൾ രക്ഷപ്പെട്ടു. എന്തായാലും നമുക്ക് അവിടെ നിന്ന് ബ്രോഡ്വേയിലേക്കുള്ള വഴി മനസ്സിലായല്ലോ, അതാണ് സമാധാനം. അങ്ങനെ ഇരുമ്പ് കൊട്ടാരത്തിന്റെ ഉള്ളിലൂടെ ഇവര് പൊക്കൊണ്ടിരിക്കുകയാണ്. അതായത് നിറയെ ഇരുമ്പ് കൂട്ടിയിട്ടുള്ള സ്ഥലം. അവിടെ നിന്നാണ് ഇവര് ഒരു ഈലിനെ കാണുന്നത്. ഇത് വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന ഒരു ഈലായിരുന്നു. അതിന്റെ പേര് മൗറി എന്നായിരുന്നു. ഡീപ്പിനെ കൈയോടെ പിടിച്ച മൗറിയോട് നമുക്ക് ഫ്രണ്ട്സ് ആവാമെന്ന് ഡീപ്പ് പറഞ്ഞതും അത് ഫുള്ള് ഇമോഷണൽ ആയി. കാരണം അവൾക്ക് ഇതുവരെ ഫ്രണ്ട് ആവാനായിട്ട് ആരെയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ നിങ്ങളെ തിന്നാലോ എന്ന് പറയാണ് മൗറി. ഇല്ലില്ല, ഫ്രണ്ട്സിനെ ആരും ഭക്ഷിക്കത്തില്ല. അങ്ങനെ ഒരു അന്യന്റെ സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുന്ന മൗറിയെ ഫ്രണ്ടായി കൂട്ടാൻ ആലീസിനും ഇവോക്കും പേടിയായിരുന്നു. എന്നാൽ ഡീപ്പ് അവരുടെ വാക്ക് കേൾക്കാതെ മൗറിയും നമ്മോടൊപ്പം വരട്ടെ എന്ന് പറയുന്നു. അവൻ അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്, ടീമാണെന്നൊക്കെ പറയും. പക്ഷെ അവന്റെ തീരുമാനം മാത്രമേ എപ്പോഴും നടക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരുത്തൻ. ഈ സമയത്ത് മുത്തശ്ശൻ ഡീപ്പിനും കൂട്ടുകാരുടെ അടുത്തും ഇത്രയും വലിയൊരു ഉത്തരവാദിത്തം കൊടുത്തേൽപ്പിച്ചത് മണ്ടത്തരമായി പോയില്ലേ, അവർ നമ്മളെ രക്ഷപ്പെടുത്തുമോ എന്നുള്ള സംശയത്തിലാണ്. ഇവര് വീണ്ടും യാത്ര ആരംഭിച്ചു. മൗറിക്ക് ഈ പരിസരം ഒക്കെ അറിയാൻ കേട്ടോ. കുറേ നേരം കഴിഞ്ഞപ്പോൾ എല്ലാവരും വല്ലാണ്ട് ക്ഷീണിച്ചു. നമുക്ക് ഇന്നിവിടെ റെസ്റ്റ് എടുത്ത് നാളെ യാത്ര ആരംഭിക്കാം. പക്ഷെ എനിക്ക് ഉറക്കം വരുന്നില്ല, ഈ മൗറി എങ്ങാൻ രാത്രി എന്നെ പിടിച്ച് തിന്നാലോ എന്നും പറഞ്ഞ് ഈ ഉറങ്ങാതിരിക്കുമ്പോ നീ കൊച്ചുകുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാറില്ലേ, അതേപോലെ ഒരു കഥ സ്വയം പറയും, അപ്പൊ നീ കിടന്നുറങ്ങിക്കോളും എന്ന് ഡീപ്പ് പറയുന്നു. അത് ശരിയാണല്ലോ, ഒരിടത്തൊരിടത്ത് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവ ഉറങ്ങി. അവൻ അങ്ങനെ ഉറങ്ങി. നമുക്ക് എല്ലാവർക്കും ഉറങ്ങാം. ഡീപ്പ് എന്നെ ഫ്രണ്ടായി സ്വീകരിച്ച് നിനക്ക് ഒരുപാട് നന്ദി. മൗറിയും ഉറങ്ങി. പിറ്റേ ദിവസം എഴുന്നേറ്റപ്പോ മൗറിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത. നോക്കുമ്പോ എന്താ, അവള് രാത്രിയിൽ ഇവരെ 3 പേരെയും പിടിച്ച് വിഴുങ്ങിയിട്ടുണ്ടായിരുന്നു. നീ ഞങ്ങളെ പുറത്തോട്ട് വിട, ഞങ്ങൾക്ക് അകത്ത് കിടന്ന് ശ്വാസം മുട്ടുന്നു. ഇതിപ്പോ ഞാനെങ്ങനെ പുറത്തോട്ട് വിടാ? ഞാൻ അങ്ങനെ ആരും വിഴുങ്ങിയിട്ട് പുറത്തോട്ട് വിടാറില്ല. എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തോട്ട് വിട. നമ്മുടെ ഡീപ്പ് വാലീസും പുറത്തേക്ക് വന്നു. ഇപ്പൊ നമ്മുടെ മൗറിയെ കണ്ടു കഴിഞ്ഞാൽ ശരിക്ക് ഒരു ഗർഭിണിയായ പോലെയാണ്. അങ്ങനെ ഇവയും പുറത്തു വന്നു. ഹോ എന്റെ കുഞ്ഞ് എന്ന് മൗറി പറഞ്ഞപ്പോ മിണ്ടരുത്, അവളുടെ ഒരു കുഞ്ഞ്. നമുക്ക് ഇവിടെ നിന്ന് തർക്കിക്കാൻ സമയമില്ല, നമുക്ക് അടുത്ത സ്ഥലം നോക്കി പോണം. എന്തൊരു വലിയ സ്ഥലമല്ലേ. ഇവരിപ്പോ പൊക്കോണ്ടിരിക്കുന്നത് ന്യൂയോർക്ക് സിറ്റിയിലൂടെയാണ് കേട്ടോ. ഇപ്പൊ വെള്ളം മൂടിയത് കൊണ്ട് തന്നെ കെട്ടിടങ്ങൾക്കൊന്നും വലിയ കേടും കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു സിറ്റിയാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. നേരെ പോകുന്ന ഇവര് ബ്രോഡ്വേ എന്ന് പറയുന്ന ഒരു ബോർഡ് കണ്ടു. ഹാവു, ബ്രോഡ്വേ എത്തി. ഇനി ഈ പരിസരത്ത് തെരഞ്ഞാൽ മതി. പക്ഷേ നമ്മളെ പിന്തുടർന്ന് ആരൊക്കെ വരുന്നുണ്ടല്ലോ എന്ന് ഇവ പറഞ്ഞു തീരുന്നതിന് മുൻപ് ഒരു കൂട്ടം ഞണ്ടുകള് ഇവരെ വന്ന് വളയുവാണ്. ഈ ഞണ്ടുകളുടെ ക്യാപ്റ്റൻ ആയിരുന്നു റിക്കോ. നിങ്ങൾക്ക് ഇവിടെ നിന്ന് കടന്നു പോകണമെങ്കിൽ ഒന്നെങ്കിൽ എന്നെ
നിങ്ങൾ എന്റർടൈൻ ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ പിടിച്ചു തിന്നും. ഞാനൊരു തമാശ പറയാം എന്ന് ഡീപ്പ് പറയുന്നു. നിന്റെ തമാശ കേട്ടാ എനിക്ക് കരയാനാ തോന്നുന്നേ, നിങ്ങളെ ഡാൻസ് കളിക്ക് എന്ന് റിക്കോ പറയാണ്. ഇത് കേട്ടതും ആലീസിന് ഒരുപാട് സന്തോഷമായി, കാരണം ആലീസ് നന്നായി ഡാൻസ് കളിക്കുമായിരുന്നു. എന്നാൽ അവളുടെ ഈ കഴിവിനെ ഒന്നും തന്നെ ഡീപ്പ് പ്രോത്സാഹിപ്പിക്കാറുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവള് നേരെ മുന്നിലേക്ക് വന്ന റിക്കോയോട് ഞാൻ ഡാൻസ് കളിക്കും എന്ന് പറഞ്ഞ് നേരെ ഒരു പാട്ടൊക്കെ പാടി നല്ല സൂപ്പർ ആയിട്ട് ഡപ്പാങ്കുത്ത് ഡാൻസ് കളിക്കുകയാണ്. അതുവരെ റീക്കോയും ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഇവളുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവളുടെ ഡാൻസ് കണ്ടപ്പോ റീക്കോയ്ക്ക് അവളോട് അഗാധമായ പ്രണയം തോന്നി തുടങ്ങി. എന്നിട്ട് അവളുടെ കൂടെ ഇരുന്ന് പുള്ളിക്കാരനും ഡാൻസ് കളിക്കാനായിട്ട് ആരംഭിക്കുകയാണ്. ഒരു 10 വർഷമെങ്കിലും ആയി കാണണം ഞാൻ ഇതുപോലെ ഡാൻസ് കളിച്ചിട്ട്, നീ എന്റെ മുത്താണ് എന്നൊക്കെ റീക്കോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവരൊക്കെ ഇവിടെ നിന്ന് പോകുന്നെങ്കിൽ പോവട്ടെ, നമുക്ക് ഇവിടെ തന്നെ താമസിച്ചാ പോരെ, നീ എന്റെ ഭാര്യയായിട്ട് ഇരിക്കാമോ എന്നൊക്കെ റീക്കോ ചോദിക്കുകയാണ്. പക്ഷെ അതൊന്നും പറ്റത്തില്ല എന്ന് ഡീപ്പ് ഇടയിൽ കയറി പറഞ്ഞു. നമുക്ക് നെയ്തനെ കണ്ടെത്താനുണ്ട്. അതേ റീക്കോ, എനിക്ക് വലിയൊരു ദൗത്യം നിറവേറ്റാനുണ്ട്, അപ്പോ ഞങ്ങൾ പൊക്കോണ്ടേ. ഓക്കെ പ്രണയിനി, നമുക്ക് പിന്നീട് ഒരിക്കൽ എവിടെയെങ്കിലും വെച്ച് കാണാം എന്ന് പറഞ്ഞ വിഷമത്തോടെ റീക്കോ ആലീസിനെ യാത്ര അയച്ചു. നിങ്ങൾ പോകുമ്പോൾ സ്മൈലിംഗ് ഫേസിന്റെ കാര്യം ശ്രദ്ധിക്കണേ എന്നും പറയാണ്. എല്ലാവരും ആലീസിനെ പ്രശംസിക്കുമ്പോഴും ഡീപ്പ് പറഞ്ഞു, എന്റെ ഡാൻസ് നിങ്ങൾ കാണാത്തത് കൊണ്ടാ. അവൻ അങ്ങനെ തന്നെയാണ്, അവനെ എപ്പോഴും SP അടിച്ചുകൊണ്ടിരിക്കും, അതായത് സ്വയം പൊക്കിക്കൊണ്ടിരിക്കും. മുന്നോട്ട് പോകുന്ന വഴിക്ക് ന്യൂയോർക്കിലുള്ള ഒരു മാളിലാണ് ഇവർ എത്തപ്പെടുന്നത്. ഇവിടത്തെ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ മനുഷ്യന്മാർ എന്ത് സൂപ്പർ ആണല്ലേ എന്നൊക്കെ തോന്നുന്നുണ്ടെന്ന് ഡീപ്പ് പറയുന്നു. എന്നിട്ട് മനുഷ്യന്മാരുടെ കുറച്ച് ടോയ്സും കാര്യങ്ങളും ഒക്കെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഇവരെല്ലാവരും ചേർന്ന് അതെടുത്ത് കളിക്കാൻ ആരംഭിച്ചു. അങ്ങനെ ഇവരെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കവെയാണ് ഒരുപാട് മനുഷ്യ പ്രതിമകൾ കാണുന്നത്. അവരുടെ കയ്യിലൊക്കെ തന്നെ തോക്കുണ്ടായിരുന്നു. ഇടയ്ക്കൊന്നിൽ വെച്ച് ഡീപ്പ് പോയി മുട്ടിയതും ആ തോക്കിൽ നിന്ന് ഉണ്ട പുറത്തോട്ട് വരാൻ തുടങ്ങി. എങ്ങനെയൊക്കെയോ അതിനുള്ളിൽ നിന്ന് ഇവർ രക്ഷപ്പെട്ടു. എത്രയും പെട്ടെന്ന് നെയ്തനെ കണ്ടുപിടിക്കണം, നമ്മുടെ നാട്ടിലേക്ക് പോകണം. അങ്ങനെ ഇവര് സബ്വേയിൽ എത്താണ്. അവിടെ നിന്ന് ഒരു ട്രെയിൻ കണ്ടപ്പോൾ ഡീപ്പ് പറഞ്ഞു, ഞാനേ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു, ഈ സാധനത്തിലാണ് മനുഷ്യന്മാരെ യാത്ര ചെയ്യുക എന്ന്. നമുക്ക് നെയ്തനെ കണ്ടെത്താനായിട്ട് ഈ സാധനം ഉപയോഗിച്ചാലോ? എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഡീപ്പ് അതിനകത്തോട്ട് കയറി. ഇനി ഇതെങ്ങനെ നമ്മൾ ഓടിക്കും? ഈ ഗിയർ പിടിച്ച് ഇങ്ങോട്ടാക്കാം. ദേ ആ ട്രെയിൻ ഒരു ഒറ്റ പോക്കായിരുന്നു. അയ്യോ, ഡെഡ് എൻഡിലോട്ടാ പോകുന്നേ, എല്ലാവരും ചാടിക്കോ എന്ന് ഡീപ്പ് വിളിച്ചു പറഞ്ഞു. അങ്ങനെ ആ ട്രെയിൻ ഒരിടത്ത് പോയി മുട്ടിയപ്പോ പരിക്കുകളൊന്നും പറ്റാതെ ഇവര് രക്ഷപ്പെട്ടു. നോക്കുമ്പോ ഈ സ്ഥലം അത്രയ്ക്ക് പന്തിയല്ല. എന്താണെന്നാ അവിടെ ഒരുപാട് സോംബി പിരാന മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു. അവറ്റകള് ഇവരെ പിടികൂടാനായിട്ട് വരികയാണ്. എല്ലാവരും ഡീപ്പിന്റെ കുറ്റം പറഞ്ഞു. നിന്നോട് ഞങ്ങൾ പറഞ്ഞതാ. ഇവരെല്ലാവരും ഒരു വലയ്ക്കകത്ത് അകപ്പെട്ടപ്പോ അതിനകത്തൂടെ പുറത്തേക്ക് കടന്ന് ആ പിരാന മത്സ്യങ്ങളെ മുഴുവൻ ഇവര് ഒറ്റക്കെട്ടാക്കി. എന്നിട്ട് എല്ലാവരും ചേർന്ന് ഡീപ്പിനെ വീണ്ടും കുറ്റം പറയുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു ചുഴലി രൂപപ്പെടുകയാണ്. ആ ചുഴലിയില് എല്ലാം കൂടെ അകപ്പെട്ട് പോവാണ്. പിന്നീട് ബോധം വന്ന് നോക്കുന്ന സമയത്ത് വളരെ ഫ്രീസ് ആയി കിടക്കുന്ന ഒരു സ്ഥലത്താണ് ഇവരുള്ളത്. ഡീപ്പ്, നീ ആര് പറഞ്ഞാലും കേൾക്കില്ല. ഞങ്ങളുടെ ജീവനൊക്കെ നീ ഇപ്പൊ ആപത്താക്കി മാറ്റിയിരിക്കുകയാണ്. നമുക്ക് തിരിച്ചു പോവേണ്ടത് എങ്ങനെയാണെന്ന് കൂടി അറിയില്ല. ഇതൊക്കെ നിന്റെ പ്രശ്നമാണ്. ഇവരുടെ വഴക്ക് മറ്റാരൊക്കെയോ ചേർന്ന് കണ്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇത്രയൊക്കെ ആയിട്ടും നിന്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ലല്ലോ എന്ന് മൗറി പറയുമ്പോൾ, നീ ആരാത് ചോദിക്കാൻ? നീ ഞങ്ങളുടെ കൂടെ വഴിയിൽ നിന്ന് ചേർന്നതാ എന്ന് ഡീപ്പ് പറയുന്നു. അതേസമയം ഇവരുടെ മുന്നിൽ നിന്ന് ഒരനക്കം. നോക്കുമ്പോൾ ഒരു സ്പേസ്ഷിപ്പ് പോലുള്ള ഒരു സംഗതി. അതിനകത്ത് നിന്ന് 3 പേര് പുറത്തേക്ക് വന്നു. ഡാർസി, ലൂയിജി, റാൽഫ്. ഡാർസി ഒരു പെൻഗ്വിനാണ്, റാൽഫ് ഒരു വാൾറസ് ആണ്, ലൂയിജി ഒരു ഡോൾഫിനാണ്. ഓ, നിങ്ങള് ഞങ്ങളുടെ പുതിയ അതിഥികളാണോ? ഞങ്ങള് നെയ്തൻ എന്ന് പറയുന്ന ഒരു തിമിംഗലത്തെ കണ്ടെത്താനായി ഇവിടം വരെ വന്നതാണ്. നെയ്തനോ? ഞങ്ങളും അവനെ തന്നെ തെരഞ്ഞുകൊണ്ടിരിക്കാം, നമുക്ക് ഒന്നിച്ച് തെരയാമെന്നും പറഞ്ഞ് ഈ സ്പേസ്ഷിപ്പിനകത്തേക്ക് ഡാർസി അവരെ കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് ലൂയിജിയോട് ഇവർക്ക് ഒരു ടൂർ കൊടുക്കാൻ പറയാണ്. അങ്ങനെയാണ് ഇവർ ആ വീഡിയോ കാണുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യന്മാരെ ഭൂമിയെ പോലുള്ള മറ്റൊരു ഗ്രഹം കണ്ടുപിടിച്ച് ആദ്യം ഒരു സ്പേസ്ഷിപ്പില് മനുഷ്യന്മാരെ കൊണ്ടുപോയി. പിന്നെ ഇവിടെ നിന്നുള്ള ബാക്കി കരജീവികളെ കൊണ്ടുപോയി. പക്ഷേ കടൽ ജീവികളെ കൊണ്ടുപോകാനായിട്ടുള്ള ഈ സ്പേസ്ഷിപ്പ് ഇവിടെ നിന്ന് എടുക്കാൻ അവരെ കൊണ്ട് സാധിച്ചില്ല. അവരിവിടെ നിന്ന് ഈ ജീവികളെ കൊണ്ടുപോകാനായി അവരെ ഐസ് ക്യൂബുകളാക്കി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ശ്രമം പരാജയപ്പെട്ടതോട് കൂടിയിട്ട് ഇവരെല്ലാം തന്നെ ഈ ഐസ് ക്യൂബിനകത്താണ് ഇപ്പോഴും കിടക്കുന്നത്. മനുഷ്യന്മാരുടെ കൂടെ ചേർന്ന് അവരുടെ കൂടെ ആർത്തുല്ലസിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പെൻഗ്വിനായിരുന്നു ഡാർസി. അങ്ങനെ അവിടെ ചെന്ന് മനുഷ്യന്മാരുടെ തന്നെ നേതാവണം. ഇവിടെ നിന്ന് അവള് ഒരുപാട് സാധനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഡയമണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിരിക്കുകയാണ്. ഇതുമായിട്ട് ഈ സ്പേസ്ഷിപ്പ് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ
ഇടയിൽ നമുക്ക് വലിയൊരു നിലയുണ്ടായിരിക്കും. അതുകൊണ്ട് ഈ സ്പേസ് ഷിപ്പ് ഇവിടെ നിന്ന് കൊണ്ടുപോകണം. പക്ഷേ നിലവിൽ ഈ ഐസ് ക്യൂബിലായി കിടക്കുന്ന മൃഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ മരിച്ചു പോയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും കടൽ ജീവികൾ വേണം. ഇപ്പൊ ഇവർക്ക് കടൽ ജീവികളെ കിട്ടിയിരിക്കുകയാണ്, ഡീപ്പും ആലീസും ഇവോയും. ഇവരെ എങ്ങനെയെങ്കിലും അവിടേക്ക് എത്തിക്കണം. എന്നിട്ട് മനുഷ്യന്മാരുടെ ഇടയിൽ ഒരു നിലയും വിലയും ഉണ്ടാക്കിയിരിക്കണം. ഇവരെ 3 പേരെയും ട്രാപ്പാക്കാനായിട്ട് മൗറിയെ ട്രിക്ക് ചെയ്യാണ് ഡാർസി. നീ അവരുടെ കൂടെ ഈ അടുത്താണോ ചേർന്നത്? ഓ, നിന്നെ അവർക്ക് ഒരു വിലയില്ല, പ്രത്യേകിച്ച് ആ ഡീപ്പിന്. അവൻ എന്തൊരു അഹങ്കാരമാണല്ലേ, നിന്നെപ്പറ്റി അവൻ പല കുറ്റങ്ങളും പറയുന്നത് ഞാൻ കേട്ടുവെന്ന് ഡാർസി അവളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്. പാവം, ഇവര് 3 പേരും ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മൗറിയും ഡാർസിയുടെ കൂടെ ചേർന്ന് നമുക്ക് നെയ്തനെ കണ്ടുപിടിക്കാനായിട്ട് ഈ വണ്ടിക്കകത്ത് കയറണം എന്ന് പറഞ്ഞ് ഒരു എസ്കേപ്പ് പോഡിനകത്തേക്ക് ഇവരെ മാറ്റുകയാണ്. മൗറി ഇവരെ ചതിച്ചു എന്നറിഞ്ഞപ്പോൾ ഡീപ്പിനും ആലീസിനും ഇവോയ്ക്കും നല്ല സങ്കടമായി. ഷോ, അന്നേ ഞങ്ങൾ പറഞ്ഞത് അവളെ കൂടെ കൂട്ടണ്ട എന്ന് ആലീസും ഇവോയും ഡീപ്പിനോട് പറഞ്ഞു. അപ്പോഴാണ് ഇവർ കിടക്കുന്ന ആ സ്ഥലത്ത് ഒരനക്കം. നോക്കുമ്പോൾ അവിടെ നമ്മുടെ നെയ്തൻ എന്ന ആ തിമിംഗലം ഉണ്ടായിരുന്നു. അതിനെ ഇവര് ഇത്രയും നാള് ട്രാപ്പാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഓ, നിങ്ങൾ എന്താ ഇത്രയും നാൾ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ട്രൈ ചെയ്യാതിരുന്നത്? എനിക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങിയ ഫ്രണ്ട്സ് ആരുമില്ല. അപ്പൊ നമ്മുടെ ഡീപ്പ് പറഞ്ഞു, എന്റെ മുത്തശ്ശി നിങ്ങളുടെ ഫ്രണ്ട് അല്ലേ, നിങ്ങളെ കണ്ടെത്താനാ ഞാൻ വന്നിരിക്കുന്നതെന്ന്. അന്നേരത്തേക്ക് ഈ സ്പേസ് ഷിപ്പ് ഇവിടെ നിന്ന് പുറപ്പെടാനായിട്ട് തയ്യാറായി ഇരിക്കുകയായിരുന്നു. മൗറിയും ഡീപ്പിനെ അവള് സംശയിച്ചിട്ടാണ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ഡാർസി അവളെ ചതിച്ചതാണെന്നുള്ള കാര്യം മനസ്സിലാക്കി. ഇവര് പുറത്തു കടക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോ ഡാർസിയും കൂട്ടരും ഈ എസ്കേപ്പ് പോഡിലെ ഫ്രീസർ ഓണാക്കുവാണ്. അപ്പോ അതുവരെ നല്ല പോലെ നിന്നിരുന്ന ഡീപ്പിന് തന്റെ കോൺഫിഡൻസ് നഷ്ടമായി. ആലീസ് പറഞ്ഞു, ഈ ഫ്രീസർ നിർത്താൻ സാധിച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് പുറത്തു കടക്കാനും പറ്റും. ഞാനൊരു കുഞ്ഞല്ലേ, അതുകൊണ്ട് എനിക്ക് അകത്തേക്ക് കടന്നിട്ട് ഈ ഫ്രീസറിന്റെ ഡോർ ഓപ്പൺ ആക്കാൻ പറ്റും. പിന്നെ ഇലക്ട്രിസിറ്റിയുമായിട്ട് നല്ല ബന്ധമുള്ള ഇവോക്ക് ഈ ഫ്രീസർ ഓഫ് ആക്കാനും പറ്റും. അങ്ങനെ ആലീസ് ഈ ഫ്രീസറിനകത്തോട്ട് പോയി ഇവോക്ക് അകത്ത് കടക്കാനായിട്ടുള്ള ഒരു വഴി തുറന്നു കൊടുത്തു. ഇവോ അങ്ങനെ ഇതിന്റെ വയറിനുള്ളിലൂടെ, അതിന് ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ പിടിക്കത്തില്ല, അതുകൊണ്ട് ഈ വയറ് കടിച്ചു മുറിക്കാനായിട്ട് അകത്തോട്ട് പോയി അവന്റെ ദൗത്യവും അവൻ ക്ലിയർ ആയിട്ട് നിറവേറ്റി. അങ്ങനെ ആ ഫ്രീസർ ഓഫായി പോകുവാണ്. ഇനി ഇവർക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയും കാര്യങ്ങളും ഒക്കെ നോക്കിയാൽ മതി. അതിനുവേണ്ടി മൗറിയോട് ഇവിടത്തെ CCTV ക്യാമറ വഴി നമ്മുടെ ഡീപ്പ് സംസാരിക്കാണ്. എനിക്ക് നേരത്തെ നീ അങ്ങനെ പറഞ്ഞപ്പോൾ നല്ല ദേഷ്യം വന്നു, പക്ഷെ എല്ലാം എന്റെ തെറ്റായിരുന്നു. ഞാൻ കാരണമാണ് എന്റെ ടീം പോലും ഇപ്പൊ ഈ നിലയിൽ അകപ്പെട്ടത്. ഞാനൊരു പാഴ്ജന്മമാണ്. നിങ്ങൾ എല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്കും നല്ല രീതിയിൽ ഇരിക്കാനായി സാധിക്കുമെന്ന് ഡീപ്പ് സോറി പറയാണ്. അവൾക്ക് കാര്യം മനസ്സിലായി. അവൾ ഇവർക്ക് പുറത്തേക്കുള്ള വഴി തുറന്നു കൊടുക്കുകയാണ്. എന്നാൽ ഇവർ പുറത്തേക്ക് വന്നപ്പോൾ ഡാർസിയും ലൂയിജിയും റാൽഫും കൂടിയിട്ട് ഇവരെയും കൂട്ടിക്കൊണ്ട് ഇവിടെ നിന്ന് പറക്കാനുള്ള പ്ലാനിലായിരുന്നു. അതൊന്നും പറ്റത്തില്ല, ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന രക്ഷണമില്ല. അന്നേരത്തെ ഇവോയെ ഇവരൊരു ക്യൂബിനകത്താക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത് കണ്ട ഡീപ്പിനെ ദേഷ്യം പിടിച്ച് അവനും ആ തോക്ക് ഉപയോഗിച്ച് ഡാർസിയെയും അതുപോലെ തന്നെ ലൂയിജയുടെ ഉള്ളില് ആലീസ് കടന്ന് അവളെയും ഇതുപോലെ തന്നെ ഇങ്ങനെ ഒരു ക്യൂബിനകത്ത് അകപ്പെടുത്തിയിരിക്കുകയാണ്. പക്ഷെ റാൽഫിനെ അകപ്പെടുത്താൻ അത്രയ്ക്കങ്ങ് എളുപ്പമായിരുന്നില്ല. അവൻ എന്ത് ചെയ്താലും നിങ്ങൾ ഉറപ്പായിട്ടും ഇവിടെ നിന്ന് ഞങ്ങൾ മനുഷ്യന്മാരുടെ അടുത്ത് എത്തിക്കും എന്നുള്ള ആ ഒരു നിലയിലാണ് നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവനെ ഈ സ്പേസ് ഷിപ്പിൽ നിന്ന് പുറത്തേക്ക് ഒരു ഒറ്റ തള്ളിന് ഇവർ പറഞ്ഞു വിട്ടു. ഇനി സ്പേസ് ഷിപ്പ് പറക്കുന്നതിന് മുൻപായിട്ട് ഇതെങ്ങനെ ഓഫ് ചെയ്യും അത് അറിയത്തില്ലല്ലോ. ആകെ 3 സെക്കൻഡ് മാത്രമാണുള്ളത്. എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ആ സ്പേസ് ഷിപ്പ് പറന്ന് തുടങ്ങുകയാണ്. അങ്ങനെ ഇവര് പുറത്തേക്ക് കടക്കാനായിട്ടൊരു വാതില് എങ്ങനെയൊക്കെയോ ഓപ്പൺ ആക്കി വെക്കുന്നുണ്ട്. അതുവഴി ഇവരും താഴെ വീഴുന്നുണ്ട്. അതുപോലെ ഇതിനകത്തുണ്ടായിരുന്ന ഓരോ ഐസ് ക്യൂബുകളും താഴെ വീണുകൊണ്ടിരിക്കുകയാണ്. ഷോ, നമുക്ക് നെയ്തനെയും നമ്മുടെ ഇവോയെയും രക്ഷപ്പെടുത്താൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഇവര് സങ്കടപ്പെടുവാണ്. പക്ഷേ ഈ സ്പേസ് ഷിപ്പിന് അകത്ത് കിടന്ന നെയ്തന്റെ അവനെ കെട്ടിവെച്ചിരുന്ന ചങ്ങലയടക്കം അവൻ താഴെ വീഴുന്നുണ്ട്. കൂടെ ഇവോ ഉണ്ടായിരുന്ന ആ ഒരു ഐസ് ക്യൂബും താഴെ വീഴുകയാണ്. ഇവർ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് നമ്മുടെ നെയ്തൻ ഇവരുടെ അടുക്കലേക്ക് വന്നു. എന്തിനാ കുട്ടികളെ സങ്കടപ്പെടുന്നത്? നിങ്ങൾ എന്നെ തേടി വന്നതാണെന്നല്ലേ പറഞ്ഞത്? ഞങ്ങളുടെ ഇവോ. അപ്പോഴേക്ക് വെള്ളത്തിൽ വീണ ഇവോയുടെ ഈ ഒരു ഐസ് ക്യൂബ് ഉരുകിപ്പോയി. അവനും രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും രക്ഷപ്പെട്ടു. ഇനി നമുക്ക് കുറച്ചുപേരെ രക്ഷപ്പെടുത്താനുണ്ട് എന്ന് പറഞ്ഞ് ഡീപ്പിന്റെയും കൂട്ടരുടെയും നാട്ടിലേക്ക് ഇവർ യാത്രയായി. ഇന്നേരത്ത് മുത്തശ്ശനാണെങ്കിൽ സാരമില്ല, നമുക്കിവിടെ കിടന്ന് ഒന്നിച്ച് മരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നെയ്തനെ കൂട്ടിക്കൊണ്ട് ഇവർ വരുന്നത്. ആ പുറത്തുള്ള പാറ നീക്കാനായിട്ട് നെയ്തൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് നീക്കണമെങ്കിൽ അകത്തെന്തിയോ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്, അത് മാറ്റണം. അങ്ങനെ ഡീപ്പും കൂട്ടുകാരും അകത്തേക്ക് പോയി. അകത്ത് ഒരു കല്ല് തടസ്സമായി നിൽക്കുന്നുണ്ടായിരുന്നു. 3 പേരും തള്ളി 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 അവസാനം ആ കല്ല് അവിടെ നിന്ന് മാറ്റിയപ്പോൾ എളുപ്പത്തില് നമ്മുടെ നെയ്തന് ഈ പാറ മാറ്റാനായിട്ട് സാധിക്കുകയാണ്. അങ്ങനെ ലാവ പൊന്തി വരുന്നതിന് മുൻപായി ഇവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി രക്ഷപ്പെട്ടു. മുത്തശ്ശ, പുറത്തെ ലോകം അത്ര വലിയ ഭീകരമൊന്നുമല്ല, നല്ലതാ. നമുക്ക് ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ ജീവിക്കാൻ കണ്ടെത്താൻ സാധിക്കും. പിന്നെ മുത്തശ്ശന്റെ
ബാല്യകാല സുഹൃത്തായിട്ടുള്ള നീതനും കൂടെ ഉണ്ടല്ലോ. അവരൊന്നിച്ച് സംസാരിച്ച് ഇവിടെ നിന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് മൗറി ഒരു ഗ്ലോബ് എടുത്തോണ്ട് ദേ ഇവിടെ നോക്കാം അവിടെ നോക്കാം എന്നൊക്കെ പറയുമ്പോൾ എന്താ കാര്യമെന്ന് ദീപു വന്ന് ചോദിക്കുകയാണ്. അതൊന്നുമില്ല, ഞാനും ഇവിടെയുള്ള കുറച്ച് സീലുകളും ചേർന്നിട്ട് ഇനിയും ഒരുപാട് കുട്ടികളെ ഉണ്ടാക്കാനുള്ള പദ്ധതിയിലാണ്. എനിക്ക് മാത്രം കൂട്ടിന് ആരുമില്ല എന്ന് ഡീപ്പ് പറയുമ്പോൾ ഒരു പെൺ നീരാളി കുഞ്ഞിനെ അവന് വേണ്ടി കാണിച്ചു കൊടുത്തു. ഇന്നേരത്തെ ഡാർസിയും ലൂയിജിയും റാൽഫും ആവട്ടെ എവിടെയെന്നില്ലാതെ കടലിൽ എവിടെയോ പൊന്തിക്കിടക്കുന്നു. ഇത്തരത്തിലെ ഒരു സീനോട് കൂടിയാണ് 2017 പുറത്തിറങ്ങിയ ഡീപ്പ് എന്ന ഈ മനോഹരമായ അഡ്വഞ്ചറസ് മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയിൽ നിന്ന് നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ടീം വർക്കിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ്. ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാനായിട്ട് അറിയുന്നുണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ ഒരു ടീമിൽ ഒരു ലീഡർ ഉണ്ടെന്ന് കരുതിയിട്ട് ആ ലീഡർ പറയുന്ന കാര്യം മാത്രമേ നമ്മൾ കേൾക്കാൻ പാടൂ, അങ്ങനെയല്ല. ഓരോ ടീം മെമ്പേഴ്സിനും അവരുടേതായിട്ടുള്ള ഓരോരോ ടാലൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ആ ടാലൻസ് എല്ലാം തന്നെ പുറത്ത് കാണിക്കാനായിട്ട് പറ്റുന്ന രീതിയിലായിരിക്കണം ഒരു ലീഡർ മറ്റുള്ള മെമ്പേഴ്സിനോട് ഇടപെടുന്നത്. അല്ലാതെ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ടീം വിജയിക്കാനായിട്ട് പോകുന്നില്ല. എല്ലാ ടീം മെമ്പേഴ്സിന്റെയും അഭിപ്രായം അറിഞ്ഞ് എല്ലാവരും കൂടി ആലോചിച്ച് അതിലേറ്റവും നല്ല തീരുമാനം ഏതാണോ അത് നടപ്പിലാക്കുന്നത് ആയിരിക്കണം ഒരു ടീം വർക്ക് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ടീം വർക്ക് മാത്രമാണ് സക്സസ്സിൽ എത്തുകയും ചെയ്യുള്ളൂ. അപ്പൊ ഇതാണ് ഈ ഒരു ഫിലിമിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മെസ്സേജ്. സോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഇനിയുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കുക. പിന്നെ നമ്മുടെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും എന്തെങ്കിലും മനസ്സിലാവാതെ വരുന്നുണ്ടോ, എന്തെങ്കിലും ബോറിംഗ് ആയിട്ടുണ്ടോ, മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തണോ, ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ്സ് ആയിട്ട് അറിയിക്കുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാമേ. അതുവരേക്ക് സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.